മരിച്ചുപോയ ആളുകളെ കാണിച്ചു കൊടുക്കുക. അടുത്തിടെ ഒരുപാട് കൈൻഡ് ഓഫ് വീഡിയോസ് നമ്മൾ കണ്ടു. അതിലൊന്നാണ് ദാ കടുവ വരുന്നു ഓടിക്കൂ എന്ന് പറയുന്ന ഒരു സാധനമാണ്. നിങ്ങളുടെ പിന്നാലെ ഒരു പുലി ഓടുന്നുണ്ട് എന്നുള്ളൊരു സങ്കല്പമാണ് നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഡേവിഡ് സ്പീഗലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ഡോക്ടർ ഡേവിഡ് സ്പീഗൽ, hypnotized individuals show changes in sensory processing regions, meaning the hallucinated tiger is perceived as real. ഈ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യും. അതിനെ തുടർന്ന് ഹാർട്ട് റേസസ്, അഡ്രിനാലിൻ സ്പൈക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഓവർ ടൈമിൽ ഇത് ചെന്ന് അവസാനിക്കുന്നത് പാനിക് ഡിസോർഡേഴ്സിലും നൈറ്റ് മെയർസിലും ഒക്കെയാണ്. അടുത്തത് ഈ മരിച്ചുപോയ ആൾക്കാരെ ഹിപ്നോസിസിലൂടെ കാണിച്ചു കൊടുക്കുന്ന എഫക്റ്റുകളുടെ കാര്യത്തിൽ വരുമ്പോൾ അതിൽ പലരും പറയുന്നത് അവർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരെ വീണ്ടും കാണാനുള്ള ഒരു അവസരമാണ്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റിലീഫ് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഓരോ ആൾക്കാരെ യുണീക്കായിട്ട് ചിന്തിക്കുന്ന യുണീക്ക് മെൻ്റൽ ഹെൽത്ത് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഏതൊക്കെ രീതിയിൽ അവരുടെ മൈൻഡിൽ എന്തൊക്കെ തോട്ട്സ് വരും, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് മുമ്പ് വന്നിട്ടുണ്ട്, ഇനി വരാൻ ചാൻസ് ഉണ്ട്, ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിലൊരു വലിയ റിസ്ക് എലമെന്റ് ഉണ്ട്. 2012 ക്ലിനിക്കൽ ഹിപ്നോസിസ് വിദഗ്ധനായ മൈക്കിൾ യാപ്കോയുടെ ഒരു പഠനം നോക്കാം. ദ സബ്കോൺഷ്യസ് മേ സ്റ്റിൽ ക്യാരി അൺറിസോൾവ്ഡ് ഗിൽറ്റ്, കൺഫ്യൂഷൻ ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് സജഷൻ, ഡിലേഡ് ഗ്രീഫ് റെസ്പോൺസസ്. ആദ്യമൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ക്യൂരിയോസിറ്റി ആൾക്കാർക്ക് ഉണ്ടാകുമായിരിക്കും. പിന്നെ എക്സ്പീരിയൻസ് ചെയ്ത് അത് റിയലായിട്ട് അനുഭവിച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ഇമോഷണൽ റിലീഫ് ചിലപ്പോൾ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുമായിരിക്കും. ഒരു ഡിഫറെൻറ്റ് യുണീക്ക് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയതായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ചിലർക്കെങ്കിലും ഇത്തരത്തിലുള്ള ട്രോമാസ് വരാനുള്ള സാധ്യതകളെയും നമുക്ക് ആ ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. എത്രയൊക്കെ അവകാശവാദങ്ങൾ പറഞ്ഞാലും ഇത് കാരണം ഇന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് നോക്കിയാൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ഒരു സബ്ജക്റ്റിൽ വേൾഡ് വൈഡ് റെഗുലേഷൻസ് നമുക്ക് നോക്കാം. 1952 UK ഹിപ്നോട്ടിസം ആക്ട് പ്രകാരം അവിടെ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ ഹിപ്നോട്ടിസം ചെയ്യാൻ പാടില്ല. അതുപോലെ നിങ്ങൾ സ്ട്രീറ്റുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിമിലർ പെർഫോമൻസുകൾ ഹിപ്നോട്ടിസം ആക്ടുകൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ലോക്കൽ അതോറിറ്റീസിന്റെ പെർമിഷൻ വാങ്ങിക്കണം. ഫ്രാൻസ്, ജർമ്മനി, നോർവേ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ ഹിപ്നോസിസ് പെർഫോമൻസസ് ഭയങ്കര റെഗുലേറ്റഡ് ആണ്. ഒന്നുകിൽ ടൈറ്റ്ലി റെഗുലേറ്റഡ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പല സ്ഥലങ്ങളിലും ബാൻഡ് ആയിരിക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ സർട്ടിഫൈഡ് പ്രൊഫഷണൽസിന് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നത്. പല വിദേശ രാജ്യങ്ങളിലും ഹിപ്നോസിസിൽ ഇത്രയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിലുള്ള അമച്വർ ട്രെയിനേഴ്സിൽ പലരും ഇത് പഠിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇത് പെർഫോം ചെയ്ത് കഴിഞ്ഞാലോ ഒരു ട്രോമ ഉണ്ടാവില്ല എന്നുള്ള അവകാശവാദങ്ങൾ പറയുന്നത്. ഇതൊക്കെ പെർഫോം ചെയ്യുന്നത് നേരത്തെ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ച അല്ലെങ്കിൽ കൺസെൻറ്റോടെ ആണല്ലോ ചെയ്യുന്നതെന്ന് ചില ആൾക്കാർ പറയുന്നത് കേട്ടു. ഇവിടെ നമ്മുടെ നാട്ടിൽ ഡോക്ടേഴ്സ് കൺസെൻറ്റ് വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലിനിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ അത് വാങ്ങിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് വ്യക്തമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് വാങ്ങിക്കാൻ. പക്ഷേ അണ്ടർ വാട്ട് റൂൾസ് ഓർ വാട്ട് റെഗുലേഷൻ, ഏത് റെഗുലേഷൻ്റെ അണ്ടറിലാണ് നിങ്ങൾ ഈ വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ സമ്മതം ചോദിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന് ഭാവിയിൽ ചിലപ്പോൾ ഒരുപാട് ലീഗൽ കോൺസിക്വൻസസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. പല രാജ്യങ്ങളിലും ഇതിന് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുള്ളത് പല പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്.